ഒരു രാജ്യത്തെ തൻ്റെ കായികബലം കൊണ്ട് ജയിപ്പിച്ചൊരു മനുഷ്യൻ, യുദ്ധത്തിൽ നിപുണനായൊരു മനുഷ്യൻ, ഒരു രാജ്യത്തിൻ്റെ അവിഭാജിക ഘടകമായി നിന്നൊരു മനുഷ്യൻ. ഒരു സുപ്രഭാതത്തിൽ സ്വന്തം കൂടപ്പിറപ്പുകൾ താൻ ജനിച്ചു വളർന്ന നാട്ടിൽ നിന്ന് തന്നെ ഇറക്കി വിട്ടു. അദ്ദേഹത്തിൻ്റെ ബൈബിൾ പറയുന്ന പേര് പരാക്രമശാലിയായ യിഫ്താഹ് എന്നാണ്. സ്വന്തം കൂടപ്പിറപ്പുകൾ സ്വന്തം നാട്ടിൽ നിന്ന് ഒരു മനുഷ്യനെ ഇറക്കി വിട്ടിട്ട് പറഞ്ഞു, ഞങ്ങളുടെ രാജ്യത്ത് ഇനി നിനക്ക് അവകാശമില്ലെന്ന് പറഞ്ഞു. ഇറങ്ങി വന്ന മനുഷ്യൻ കുറെ കാലം തോബ് ദേശത്ത് നിസ്സാരന്മാരുടെ കൂടെ പാർക്കേണ്ടി വന്നു. കുറച്ചു കാലം അദ്ദേഹം ഒളിച്ചിരിക്കേണ്ടതും ഒതുങ്ങിയിരിക്കേണ്ടതുമായ അവസ്ഥയുണ്ടായി. എല്ലാ സാധ്യതകളും ഉണ്ടായിട്ടും, എല്ലാ അവസ്ഥകളും ഉണ്ടായിട്ടും ഒരു പൊതുവഴി തുറക്കാതെ ആരെങ്കിലും ഒതുങ്ങിയിരിക്കുന്നുണ്ടെങ്കിൽ, സാഹചര്യത്താൽ ഒതുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരവസരം കർത്താവ് അതിവിദൂരമല്ലാതെ ഒരുക്കുന്നുണ്ട്. നീ ഒതുങ്ങിയിരുന്ന കാലത്തിന് ആത്മാവ് വിരാമം കൽപ്പിക്കും. യിഫ്താഹിനെ എങ്ങനെ മടക്കി അയച്ചോ അതുപോലെ തന്നെ നീ തകർന്ന് ഉടഞ്ഞ് ഒളിച്ചിരുന്ന ഒരു സ്ഥലത്ത് നിന്ന് ആത്മാവ് നിന്നെ ഉയർത്താൻ പോകുന്നു, പുറത്തു കൊണ്ടുവരാൻ പോകുന്നു. ഈ വചനത്തിൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.